വിജയ് നായകനായി എത്തുന്ന തമിഴ് ചിത്രം ജനനായകന് പ്രദർശനാനുമതി ലഭിക്കാത്തതിൽ ഏറെ നിരാശയിലാണ് ആരാധകർ. പൊങ്കലിന് തിയേറ്ററുകളിൽ എത്തേണ്ടിയിരുന്ന സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാതിരുന്നതോടെയാണ് കോടതി കയറേണ്ടി വന്നത്. സിനിമയ്ക്ക് നേരിട്ട സെൻസർ കുരുക്കുകൾ ഇതുവരെ അഴിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴിതാ ചിത്രം ഉടൻ തിയേറ്ററുകളിൽ എത്തുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. CBFCയുടെ റിവൈസിംഗ് കമ്മിറ്റിയുടെ ഒരു മെയിൽ ജനനായകന്റെ നിർമ്മാതാക്കൾക്ക് ലഭിച്ചു എന്നാണ് റിപ്പോർട്ട്. ഇതിൻ പ്രകാരം മാർച്ച് 9 ഉച്ചയ്ക്ക് 2 മണിക്ക് കമ്മിറ്റിക്ക് മുമ്പാകെ ജനനായകൻ പ്രദർശിപ്പിക്കണം. സെൻസർ നടപടികൾ സുഗമമായി നടന്നാൽ തിയേറ്ററുകളിലേക്ക് മെയ്യിൽ ജനനായകൻ എത്തിയേക്കും. ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും പുറത്തു വന്നിട്ടില്ല. വിജയുടെ വെറും ഒരു ചിത്രം മാത്രമല്ല ജനനായകൻ. രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക് കടക്കുന്ന നടന്റെ അവസാന ചിത്രമാണ്. വിനോദ് സംവിധാനം ചെയ്യുന്ന ജനനായകൻ ആദ്യ ദിനം വലിയ കളക്ഷൻ നേടുമെന്നാണ് കണക്കുകൂട്ടൽ. തെലുങ്കിൽ ബാലയ്യ നായകനായ ഭഗവത് കേസരി എന്ന ചിത്രത്തിന്റെ റീമേക്കാണ് ജനനായകൻ എന്നാണ് ഇതുവരെയുള്ള വിവരം. KVN പ്രൊഡക്ഷന്റെ ബാനറിൽ വെങ്കട് നാരായണൻ നിർമ്മിക്കുന്ന ചിത്രത്തിന് ജഗദീഷ് പളനിസ്വാമിയും ലോകിത് NKയുമാണ് സഹനിർമ്മാണം. സിനിമ ജനുവരി 9 പൊങ്കൽ റിലീസായി തിയേറ്ററുകളിൽ എത്തുമെന്നാണ് ആദ്യം പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാൻ ബോർഡ് വിസമ്മതിക്കുകയും തുടർന്ന് സിനിമയുടെ റിലീസ് അനിശ്ചിതത്വത്തിലാവുകയും ചെയ്തു. സിനിമയ്ക്ക് UA സർട്ടിഫിക്കറ്റ് നൽകണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് മദ്രാസ് ഹൈക്കോടതി നേരത്തെ റദ്ദാക്കിയിരുന്നു.